ടാലന്റ് വേസ്റ്റേജ് ഫാക്ടറി കഴിഞ്ഞ കുറേ കാലമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തലയിൽ കൊണ്ടുനടന്ന ഒരു പേരുദോഷമായിരുന്നു. കോമൽ തട്ടാലിന്റെയും ദിയൽ സിംഗ് മോമിന്താവിന്റെ ഒക്കെ കരിയർ നശിപ്പിച്ച ക്ലബ്ബ് മോഹൻ ബഗാനാണ് എന്നാണ് പരക്കെ ആക്ഷേപം. അതിനകത്ത് ശരിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ആ പേരുദോഷം അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കിയാൻ നസീരി അവർ കൊണ്ടുവന്ന വളരെ മാരകമായിട്ടുള്ള പെർഫോമൻസ് കിയാൻ നസീരി കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പക്ഷേ കിയാൻ നസീരെ പിന്നീട് അവർ ഉപയോഗിക്കാതിരുന്നു, വേസ്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിലും അവരുടെ പ്രതിരോധത്തിലേക്ക് അവരുടെ റിസർവ് ടീമിൽ നിന്ന് ഒരു താരത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല. അവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ബാക്കപ്പ് പ്ലെയർ ആയിട്ട് അവരുടെ റിസർവ് ടീമിൽ നിന്നും വളർത്തിയെടുക്കുന്ന യുവതാരമായിട്ടുള്ള ഉമർ മുത്താറിനെയാണ് അവർ നിയമിച്ചിരിക്കുന്നത്. അതുകൂടാതെ സെർജിയോ ലൊബേര വളരെ നേരത്തെ തന്നെ ടീമിനോടൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ടീമിന്റെ ഓരോരോ യൂണിറ്റുകൾ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മോഹൻ ബഗാൻ ഹബ്ബ് റിപ്പോർട്ട് ചെയ്യുന്നത്. MBSD ഹബിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലെ ഫസ്റ്റ് ചോയ്സ് കഴിഞ്ഞ സീസണിൽ അവർ പഞ്ചാബിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന അഭിഷേക് സിംഗ് ആയിരിക്കും. സെക്കൻഡ് ചോയ്സ് ആയിട്ട് വരുന്നത് നേരത്തെ ഹൈദരാബാദിന് വേണ്ടിയൊക്കെ തകർത്ത് കളിച്ച ഹൈദരാബാദിന്റെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ആയിരുന്ന ആശിഷ് നേഗിയാണ്. പിന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ വേറെ ആരും അല്ലല്ലോ, ക്യാപ്റ്റനായിട്ടുള്ള സുഭാഷിഷ് ബോസോടെ ഉള്ളപ്പം ആ ഒരു സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം വരിക പോലും നോക്കേണ്ട. പക്ഷേ സുഭാഷിഷിന് പ്രായം തളർത്തി തുടങ്ങി, അദ്ദേഹത്തിന്റെ കാലുകൾ വിളറി തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ അക്കാദമിയിൽ നിന്ന് തന്നെ അവർ വളർത്തിയെടുത്ത യുവതാരമായിട്ടുള്ള ഉമർ മുത്താറിനെ ആ ഒരു പൊസിഷൻ ഏൽപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്തവണ വളരെ കരുത്തുറ്റ ഒരു സ്കോഡുമായിട്ടാണ് വരുന്നത്. മോഹൻ ബഗാനെ പിടിക്കാൻ ഈസ്റ്റ് ബംഗാൾ ശക്തമായിട്ടൊരു സ്കോഡിനെ അണിനിരത്തുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത്തവണ മോഹൻ ബഗാൻ എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാൻ പോകുന്ന എഡിഷനിൽ നമുക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.